റാംസ് ലേണിംഗ് സെന്ററിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ക്ലാസ്സിന്റെ അക്കൗണ്ടൻസി ചാപ്റ്റർ 1 സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഉണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇതിനെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ്. Understand accounting as a source of information. ഈ രണ്ട് പോർഷനും നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനി നമുക്കുള്ളത് ഐഡന്റിഫൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഐഡന്റിഫൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. Explain the objectives of accounting. Describe the role of accounting. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് റിപ്പോർട്ട് കൊണ്ട്, അക്കൗണ്ടിങ് പ്രോസസ്സ് കൊണ്ട് പ്രയോജനമുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത്, അവരാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട് ഒരു സ്ഥാപനത്തിൽ. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, എന്തിനു വേണ്ടി നമ്മൾ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് നടത്തുന്നു, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. പിന്നീട് റോൾ ഓഫ് അക്കൗണ്ടിങ്, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് എന്ത് റോളാണ് വഹിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇനി നമുക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ആരൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ്, അതിനെ യൂസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് റിപ്പോർട്ട് കൊണ്ട് യൂസ് ഉള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ യൂസേഴ്സിനെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ് ആണ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനെ വെച്ചുകൊണ്ടാണ് ഇന്റേണലും എക്സ്റ്റേണലും പറയുന്നത്. ആ സ്ഥാപനത്തിനുള്ളിലുള്ളവർ, സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ആവാം, അതിന്റെ മാനേജേഴ്സ് ആവാം, അതിന്റെ എംപ്ലോയീസ് ആവാം. ഇവരെല്ലാം ഇന്റേണൽ യൂസേഴ്സ് ആണ്. ഇവരെല്ലാം സ്ഥാപനത്തിനകത്തുള്ളവരാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ളവരാണ്. സ്ഥാപനത്തിന് പുറത്തുള്ള യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യുന്നവർ, ടാക്സ് അതോറിറ്റീസ്, ട്രേഡ് യൂണിയൻസ്, ഇങ്ങനെയുള്ളവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഇന്റേണൽ യൂസേഴ്സിന്റെയും എക്സ്റ്റേണൽ യൂസേഴ്സിന്റെയും വിശദമായ ലിസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ തന്നെ അത് ആലോചിച്ച് ചില ഇന്റേണൽ യൂസേഴ്സിനെ എക്സ്റ്റേണൽ യൂസേഴ്സിനെയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഈ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ. ഇതിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ, അതിന്റെ യൂസേഴ്സിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ അക്കൗണ്ടിങ് ഫൈനലി അതൊരു റിപ്പോർട്ടായിട്ട് കൊടുക്കണം. അതായത് അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അപ്പൊ ഇതൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് വരുമ്പോൾ ഇതിന്റെ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിന്റെ ക്വാളിറ്റി എങ്ങനെയാണത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണോ, ക്ലാരിറ്റി ഉണ്ടോ, അത് ആക്യുറേറ്റ് ആണോ, കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ്, ഫിനാൻഷ്യൽ
ആ ഫിഗേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, എറേഴ്സ് ഉണ്ടോ, പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ പാർഷ്യാലിറ്റി ഉണ്ടോ, ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ബയാസ്ഡ് ആയിട്ടുള്ള പാർഷ്യാലിറ്റി ഉള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒരു അക്കൗണ്ടിംഗ് റിപ്പോർട്ടിന്റെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു നല്ല റിപ്പോർട്ട് എന്ന് പറയണമെങ്കിൽ, മോശമില്ലാത്തൊരു റിപ്പോർട്ട് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ നോക്കണം? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പം ഒന്നാമതായി നമ്മളിവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളത് റിലയബിലിറ്റി ആണ്. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ വിശ്വസനീയത, അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണോ എന്നറിയാനായിട്ട് നമ്മൾ അതിനകത്ത് 3 ഫാക്ടേഴ്സ് നോക്കണം. ഒന്ന് ആക്യുറേറ്റ് ആയിരിക്കണം, അത് എറർ ഫ്രീ ആയിരിക്കണം, തെറ്റുകളില്ലാത്തതായിരിക്കണം, പിന്നെ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ബയാസ് ഇല്ലാത്തതായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് റിലയബിൾ ആണെന്ന് പറയാം. സോ റിലയബിലിറ്റി ഓഫ് റിപ്പോർട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ആക്യുറസി, അതിന്റെ എറർ ഫ്രീ ആയിട്ടുള്ളത്, എറർ ഫ്രീ ഫ്രം എറേഴ്സ് ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ്ഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഏതൊരാൾക്കും ഇപ്പൊ അക്കൗണ്ടിങ്ങിലൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരാളും വായിച്ചാൽ, അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. സോ എന്താണോ വാട്ട് സെൻഡർ മീൻസ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റിയുടെ ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് പറയുന്നത്. എന്താണോ ഇദ്ദേഹം എഴുതിയ ആള് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കണം വായിക്കുന്ന ആള് മനസ്സിലാക്കേണ്ടത്. സോ അത് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയൻ ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. മൂന്നാമത്തത് റിലവൻസ്. നമ്മളൊരു റിപ്പോർട്ട് കൊടുത്താൽ അതിലുള്ള ഇൻഫോർമേഷൻസ്, റൈറ്റ് ഇൻഫോർമേഷൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് റൈറ്റ് ടൈം. വേണ്ടപ്പോൾ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് ഇന്നത്തെ സ്ഥിതി വെച്ച് നാളത്തെ സ്ഥിതി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഏകദേശം ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് പ്രവചിക്കാൻ പറ്റണം ഈ റിപ്പോർട്ട് വെച്ചിട്ട്. പിന്നെ വേരിഫിക്കേഷൻ ഉള്ള സൗകര്യം. വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ, ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ മറ്റൊരു പേജിൽ കൊടുത്തിരിക്കുന്ന വിവരവുമായിട്ട് മാച്ച് ചെയ്ത് പൊരുത്തം ഉണ്ടായിരിക്കണം, മാച്ച് ചെയ്യുന്നതായിരിക്കണം. സോ അത് വേരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് റിലവൻസ് എന്ന് പറയുന്ന അതിന്റെ പ്രസക്തി, നമ്മളുടെ റിപ്പോർട്ടിന്റെ പ്രസക്തിയെ കൂട്ടുന്ന കാര്യങ്ങൾ. നാലാമതായിട്ട് കമ്പയറബിലിറ്റി, താരതമ്യം ചെയ്യാൻ പറ്റണം. ഈ അക്കൗണ്ടിംഗ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ്, വിവരങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റണം. രണ്ട് രീതിയിലുള്ള കമ്പാരിസൺ പറയുന്നുണ്ട്. കമ്പയറബിൾ ഇൻ ടേംസ് ഓഫ് ടൈം ഒന്ന്, പിന്നെ കമ്പയറബിൾ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഫോർ എ സർട്ടൻ പീരിയഡ് ആയിരിക്കും. സേ ഫ്രം ജനുവരി 1 of 2024 to 31st December of 2024. ഈ ഒരു കാലയളവിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്സ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലുള്ള റിപ്പോർട്ടുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഈ വർഷത്തില് നമുക്ക് ഡിസംബർ എൻഡ് ആയപ്പോൾ ലാഭം 2 ലക്ഷമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജനുവരി 1 തൊട്ട് 31st ഡിസംബർ വരെയുള്ള കാലയളവിൽ ഉള്ള ലാഭം 1.5 ലക്ഷമായിരുന്നു. സോ നമുക്ക് അങ്ങനെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ പ്രീവിയസ് മന്തിലതോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ആയിരിക്കണം ഒന്ന്. പിന്നെ കമ്പയറബിൾ, രണ്ടാമത് ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് സാധാരണ കൊടുക്കുന്ന യൂണിറ്റ്സ് മണിയാണ്, ഇൻ ടേംസ് ഓഫ് മണി. ആ മണിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ റുപ്പീസ് ആണ്,
ഡോളർ ഉള്ള കൺട്രീസ് ഉണ്ട്, ദിർഹംസ് ഉണ്ട്, യെൻ ഉണ്ട്. നമ്മൾ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ത്രൂ ഔട്ട് സെയിം ആയിരിക്കണം. റുപ്പീസിൽ ഒരു പോർഷൻ റുപ്പീസിൽ കൊടുത്തിട്ട് ബാക്കി ദിർഹംസിൽ കൊടുക്കാം. ഇൻകം വന്നത് UAE നിന്നാണ്, അതുകൊണ്ട് അത് ദിറത്തിൽ കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു യൂണിഫോം ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിരിക്കണം ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടിന്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത്, അതിന്റെ ഗുണനിലവാരം. ഒരു റിപ്പോർട്ട് നല്ലതാണെന്ന് പറയണമെങ്കിൽ അത് റിലയബിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, റിലവൻസ് ഉണ്ടായിരിക്കണം, കമ്പാരറ്റബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ 5 ഒബ്ജക്റ്റീവ് ഉള്ളതിൽ 3 കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. പിന്നുള്ളത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അക്കൗണ്ടിങ്. നമുക്കതിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1, മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞുപോയ കാര്യമാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക, പിന്നീട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുക. രണ്ടാമത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യമാണ്. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കൊണ്ട് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയുക. ഇത് അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് കൂടെയാണ്. ഇത് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ഡെപ്പിക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. സോ ഇത് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അതിലെ അസറ്റ്സ്, ലയബിലിറ്റീസ്, അതിലെ കറന്റ് അസറ്റ്സ് എത്രയുണ്ട്, കറന്റ് ലയബിലിറ്റീസ് എത്രയുണ്ട്, കറന്റ് അസറ്റ്സ് കറന്റ് ലയബിലിറ്റി റേഷ്യോ, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. സോ അത് കൃത്യമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റണം, രേഖപ്പെടുത്താൻ പറ്റണം, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ അക്കൗണ്ടിങ്. സോ ഇത് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നാലാമത്തത് മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് യൂസേഴ്സ്. ഇൻഫർമേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ ആവശ്യക്കാർക്ക്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷൻ്റെ ആവശ്യമുള്ളവർ ആരൊക്കെയാണ്? അതിൻ്റെ ഓണേഴ്സ്, ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, അവർക്കെല്ലാം ഇൻഫോർമേഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, depict financial position, make information available to the various groups and users. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? കൂടുതൽ ഫർദർ വിശദീകരണം ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് അക്കൗണ്ടിങ്. ഒരു സ്ഥാപനത്തില് അക്കൗണ്ടിങ് എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു നാടകത്തില് ഒരു നടൻ ഒരു റോൾ അഭിനയിക്കുന്നതെന്നൊക്കെ പറയും. ഒരു സിനിമയില് അതുപോലെ തന്നെ റോളുണ്ട്. അതുപോലെ ഒരു സ്ഥാപനത്തില് അക്കൗണ്ടിങ് എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്? എന്ത് കോൺട്രിബ്യൂഷനാണ്? എന്താണ് അക്കൗണ്ടിങ്ങിന്റെ സ്ഥാനം? നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
ഇവിടെ പറയുന്നത് ഇറ്റ് പ്ലേസ് റോൾ ഓഫ് എ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. അക്കൗണ്ടിങ്ങിലെ ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ട് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നു. പിന്നെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു അക്കൗണ്ടിങ്. കറന്റ് എക്കണോമിക് റിയാലിറ്റി കാണിച്ചു തരുന്നു. പിന്നെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ടു യൂസേഴ്സ്. ഒരു യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. കറന്റ് എക്കണോമിക് റിയാലിറ്റിയെ കാണിച്ചു തരുന്നു. ഇൻഫർമേഷൻ സിസ്റ്റം ടു യൂസേഴ്സ്. ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം ടു യൂസേഴ്സ്. അങ്ങനെ 4 റോളുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു റോളല്ല. അപ്പൊ അക്കൗണ്ടിങ്ങിന് പല റോളുകൾ, ഇവിടെ പല കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് സിസ്റ്റം ഡസ് നോട്ട് പ്രൊവൈഡ് എനി ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ വളരെ കൃത്യമായിട്ട് അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ട് നമ്മൾ വായിച്ചാൽ ആ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറുടെ, അയാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഭയങ്കര ടാലന്റഡ് ആണ് എന്നൊന്നും നമുക്ക്, ആ വിവരങ്ങളൊന്നും നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ കാണത്തില്ല. അവിടുത്തെ ജോലിക്കാര് എത്തിക്സ് ഉള്ളവരാണ്, മാൽ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തവരാണ്. ഇതൊന്നും നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ നിന്നും കിട്ടത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ മാനേജറുടെ സദ്ഗുണസമ്പന്നത, അല്ല അവിടുത്തെ ജോലിക്കാരുടെ ഗുണഗണങ്ങള്, ഇതൊക്കെ ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്. ആ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ പ്രതിഫലിക്കത്തില്ല എന്നുള്ളത് ഈ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. അക്കൗണ്ടിങ് സിസ്റ്റം ഡസ് നോട്ട് പ്രൊവൈഡ് എനി ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞിരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നോക്കുക, നമ്മൾ മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞു. അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ മനസ്സിലാക്കി. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. റോൾ ഓഫ് അക്കൗണ്ടിങ്, ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ റോൾ ഒരു സ്ഥാപനത്തിൽ എന്നുള്ളതും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ, നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് അക്കൗണ്ടിങ് കുറച്ച് ടേംസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ടേംസ്. അത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. നമുക്കിനി അതിലേക്ക് കിടക്കാം. നമ്മൾ അക്കൗണ്ടൻസിയിൽ കോമൺ ആയിട്ട് എപ്പോഴും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ ഏതാണ്ട് 20ഓളം വേർഡുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ഓരോ വേർഡും നല്ല തറോ ആയിട്ടുള്ള ഒരു ധാരണ, കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ഇത് വളരെയധികം അത്യാവശ്യമുള്ള വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഞാനൊന്ന് പറയുകയാണ്. ഒന്നാമത്തത് എൻറ്റൈറ്റി, രണ്ടാമത്തത് ട്രാൻസാക്ഷൻ, മൂന്നാമതായി അസറ്റ്സ്,
നാലാമത് ലയബിലിറ്റീസ്, അഞ്ചാമത് ക്യാപിറ്റൽ. നമ്മൾ 20 ടേംസിനെ നമ്മളൊരു 5 ടേംസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, കൺസീവ് ചെയ്യാൻ എളുപ്പത്തിന്, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എൻറ്റൈറ്റി, ട്രാൻസാക്ഷൻ, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ആറാമതായി സെയിൽസ്, ഏഴാമത് റവന്യൂസ്, 8 എക്സ്പെൻസസ്, 9 എക്സ്പെൻഡിച്ചർ, 10 പ്രോഫിറ്റ്. 11മതായി ഗെയിൻ, 12 ലോസ്, 13 ഡിസ്കൗണ്ട്, 14 വൗച്ചർ, 15 ഗുഡ്സ്, 16 ഡ്രോയിങ്സ്, 17 പർച്ചേസസ്, 18 സ്റ്റോക്ക്, 19 ഡെപ്റ്റേഴ്സ്, 20 ക്രെഡിറ്റേഴ്സ്. ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ നമ്മളത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകും.